കുട്ടികളെ ഇന്ന് നമ്മൾ നോക്കുന്നത് അന്തയുഗ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു നാടകത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് ഈ ഒരു നാടകം എഴുതാൻ കാരണം മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന ദിവസത്തെ പശ്ചാത്തലമാക്കിയിട്ട് എഴുതിയതാണ് അന്തയുഗ് എന്ന് പറയുന്ന ഈ ഒരു കഥ. ഇത് എഴുതിയിരിക്കുന്നത് ധർമ്മവീർ ഭാരതി എന്ന് പറയുന്ന ഒരു ഹിന്ദി റൈറ്ററാണ്. ഇത് ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത്. എന്നൊരു മഹാഭാരത യുദ്ധത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തെ അടിസ്ഥാനമാക്കിയിട്ട് എഴുതിയിട്ടുള്ള ഒരു കഥയാണ്. ഇത് എല്ലാവരെയും ആ സ്റ്റോറിയിൽ പറയുന്ന എല്ലാവരെയും കുറിച്ചിട്ടും ഈ ഒരു കഥയിൽ ഈ ഒരു നാടകത്തിൽ പറയുന്നുണ്ട്. നമുക്ക് നോക്കാമല്ലോ എന്തൊക്കെയാണ് പറയുന്നതെന്നുള്ളത്. തുടക്കം തന്നെ നമ്മൾ കാണുന്നത് ഒരു ഭ്രാന്തനായ ഭിക്ഷാടകൻ സ്റ്റേജിലേക്ക് വരുന്നതാണ്. മഹാഭാരത യുദ്ധത്തിലെ അശ്വത്ഥാമാവിനാൽ കൊല്ലപ്പെട്ട ഒരു ഭിക്ഷാടകനാണ് താൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം സ്റ്റേജിലേക്ക് വരുന്നത്. താൻ ഇന്ന് വെറും ഒരു പ്രേതം മാത്രമാണെന്നും ജീവിതം എന്നത് ഒരു നദി പോലെയാണെന്നും മരണം എൻ്റെ കൈ പിടിച്ച് ആ നദിക്കരയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്നും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എന്നും ചുറ്റോടു ചുറ്റും മലകളും മുനമ്പുകളും ഗുഹകളുമുള്ള ഒരു കറുത്ത കടലാണ് ഇന്ന് ഈ കാലഘട്ടമെന്നും പർവ്വതങ്ങളെ വലം ചുറ്റി വരുന്ന കൊടുങ്കാറ്റും ആർത്തിരമ്പുന്ന തിരമാലകളും പോലെയാണ് ഈ കാലഘട്ടത്തിലെ ജീവിതം എന്നും എല്ലാം പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ഇതേപോലെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് ശാന്തമായി ഒഴുകുന്ന ഒരു നദി പോലെയല്ല, മറിച്ച് ആയിരക്കണക്കിന് പാമ്പുകൾ കെട്ടുപിണഞ്ഞ് ഒഴുകി നീങ്ങുന്ന കടലിന് തുല്യമാണ്. അന്ധരായ പാമ്പുകൾ ഇഴഞ്ഞു പോകുന്നത് പോലുള്ള നീർച്ചാലുകൾ ഒഴുകിയെത്തുന്ന സമുദ്രം. ഗാന്ധാരിയുടെ കണ്ണുകൾ മൂടിക്കെട്ടുകയും മുറിവേറ്റ പടയാളികളുടെ മുറിവുകൾ വെച്ചുകെട്ടുകയും ചെയ്തതുപോലുള്ള വെള്ള തുണി കഷ്ണങ്ങളെപ്പോലെ വെളുത്ത പാമ്പിൻ തോലുകൾ ഒഴുകി നടക്കുന്ന സമുദ്രമാണ് ഇത്. തൻ്റെ ദർശനശക്തിയാൽ ഈ കഥയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തി കഥാപാത്രങ്ങളെ നിശ്ചലമാക്കി അവർക്കൊരു ദൗത്യം നൽകുകയും ചെയ്യും. അതുവഴി ഞാൻ അവരുടെ ഉള്ളിലെ വൈരുദ്ധ്യങ്ങളെ മനസ്സിലാക്കും. ഇവരാണ് എൻ്റെ ദർശനശക്തിയാൽ ഉത്ഭവിച്ച കഥാപാത്രങ്ങൾ എന്ന് അദ്ദേഹം എന്തൊക്കെയോ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന നിമിഷമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അശ്വത്ഥാമാവിനാൽ ഞാൻ കൊല്ലപ്പെട്ടു, അതിനാൽ എൻ്റെ പ്രേതമാണ് ഇത് എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന ഒരു ഭിക്ഷാടകൻ പറയുന്നതാണ്. ഇതാണ് നമ്മുടെ ഈ ഒരു കഥയിൽ സെക്ഷൻ 1 ആയിട്ട് വരുന്നത്. ഇനി വരുന്ന സെക്ഷൻ 2 വരുന്നത്. അതിലും ബാക്കിയുള്ള കുറേ പ്രേതങ്ങൾ ആ ഒരു സമയത്ത് മരിച്ചു പോയിരിക്കുന്ന ആൾക്കാരുടെ പ്രേതാത്മാക്കൾ വന്നിട്ട് അവരെ ഓരോരുത്തരും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, യുദ്ധത്തിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളും എല്ലാം പറയുകയാണ്. നമുക്ക് നോക്കാം സെക്കൻഡ് സെക്ഷനിൽ എന്താ പറയുന്നതെന്ന് അല്ലേ. യുയുത്സു, വിദുരൻ, സഞ്ജയൻ എന്നിവരുടെ പ്രേതങ്ങളാണ് പിന്നീട് സ്റ്റേജിലേക്ക് വരുന്നതും ഭിക്ഷാടകൻ്റെ ബേക്കിലായിട്ട് അവർ സ്ഥിതി ചെയ്യുകയും ചെയ്തു. പിന്നീട് ഓരോരുത്തരെ തങ്ങൾ ആരാണെന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു. ആദ്യമായി വരുന്നത് യുയുത്സുവിൻ്റെ പ്രേതമാണ്. ഞാനാണ് യുയുത്സു. യുദ്ധത്തിലുടനീളം ഒരു രഥത്തിൻ്റെ ഉറപ്പിച്ചു വെച്ച ചക്രം പോലെയായിരുന്നു ഞാൻ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു തകരാറിലായ ആക്സിലിൽ ബെയറിങ്ങുകൾ ഉറപ്പിച്ചു നഷ്ടപ്പെട്ട ഒരു ചക്രം മാത്രമായിരുന്നു ഞാൻ എന്ന്. ഞാൻ സഞ്ജയൻ, 2 വലിയ ചക്രങ്ങൾക്കിടയിലുള്ള ആക്സിലിലെ ഒരു ചെറിയ ചക്രം മാത്രം. വലിയ വീലുകൾ തിരിയുന്നതിനൊപ്പം തിരിയാൻ വിധിക്കപ്പെട്ടവൻ. എൻ്റെ ഏറ്റവും വലിയ ദുർവിധി ആക്സിലിൽ ചുറ്റിക്കൊണ്ടിരിക്കുന്നത് നിർത്താൻ കഴിഞ്ഞില്ലല്ലോ എന്നതാണ്. മൂന്നാമത് വിതുരരുടെ പ്രേതം വരുന്നു. ഞാൻ വിതുരർ, കൃഷ്ണൻ്റെ ഭക്തനും അനുയായിയുമാണ്. എൻ്റെ വിശ്വാസം സുതാര്യവും അഹങ്കാരമില്ലാത്തതുമാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ ശബ്ദം സംശയത്തിൽ നിറഞ്ഞിരിക്കുന്നു. എൻ്റെ പ്രഭുവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ചക്രം നഷ്ടമായ ഉപയോഗശൂന്യമായ ആക്സിൽ പോലെയാണ് തോന്നുന്നത്. സ്വയം തിരിയാൻ കഴിയാത്ത അവസ്ഥ. സംശയിക്കുന്നത് പാപമാണ്. അതിനാൽ ഞാൻ സംശയിക്കുന്നില്ല. ഇത്രയുമാണ് സെക്കൻഡ് സെക്ഷനിൽ വരുന്നത്. ഇനി മൂന്നാമത്തെ സെക്ഷൻ എല്ലാം ഓരോരുത്തരെ പരിചയപ്പെടുത്തുക. നമ്മൾ പറഞ്ഞല്ലേ മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന ഭാഗത്തെ അടിസ്ഥാനമാക്കിയിട്ട് നിർമ്മിച്ച ഒരു നാടകം മാത്രമാണ്. അപ്പോൾ അതിൽ മരിച്ചുപോയവരുടെ അവർക്ക് പറയാനുള്ള കാര്യങ്ങളാണ് അവിടെ വന്ന് പറയുന്നത്. ഇനിയിപ്പോൾ പറയാനുള്ളത് മൂന്നാമത്തെ സെക്ഷനാണ്, നമ്മുടെ ഈ സ്റ്റോറിയിലെ ലാസ്റ്റത്തെ സെക്ഷൻ. അതുകൂടി നോക്കാം. ഈ സമയം സ്റ്റേജിൻ്റെ പുറകിൽ മണിനാദം കേൾക്കുന്നു. ഒരു മയിൽ പീലി സ്റ്റേജിലേക്ക് പറന്നു വരുന്നു. ഭിക്ഷക്കാരൻ ആ തൂവലെടുക്കുന്നു. ഗാന്ധാരിയെ ആശ്വസിപ്പിച്ച് ഹസ്തിനപുരിയിൽ നിന്നും മടങ്ങുന്ന കൃഷ്ണൻ്റെ കിരീടത്തിലെ തൂവലാകാം ഇത്. സ്റ്റേജിന് പുറത്ത് എന്തോ ശബ്ദം കേൾക്കുന്നത് പോലെ ശ്രദ്ധിക്കുന്നു. അതെ, അത് കൃഷ്ണൻ്റെ രഥത്തിൻ്റെ ശബ്ദമാണ്. ഞാൻ ഈ കഥയെ തടുത്തു നിർത്തിയതുപോലെ കൃഷ്ണൻ്റെ രഥം തടയുവാൻ എനിക്ക് കഴിയുന്നില്ല. അദ്ദേഹം ശ്രേഷ്ഠതയുള്ള ദൈവരൂപവും കാലത്തിൻ്റെ അവതാരവുമാണ്. അപ്പോൾ മറ്റൊരു രഥത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. അത് അശ്വത്ഥാമാവിൻ്റെ രഥമാണ്. അദ്ദേഹത്തിൻ്റെ കോപത്തെ തടുക്കാൻ ആർക്കും കഴിയില്ല. കരിങ്കാക്കയുടെ ചോരയിൽ മുങ്ങിയ തൂവലിനു മുമ്പിൽ ഒരു മയിൽപ്പീലി തുണ്ടിന് എന്തു ചെയ്യാൻ കഴിയും? കൃഷ്ണൻ്റെ രഥം അകന്നു പോകുന്ന ശബ്ദം. അതിനെ തടുക്കാൻ തനിക്ക് കഴിയുന്നില്ല. ഈ സമയം കോപിഷ്ഠനായ അശ്വത്ഥാമാവിൻ്റെ രഥം പാണ്ഡവരുടെ ക്യാമ്പിന് മുമ്പിൽ നിൽക്കുന്നു. പക്ഷേ അശ്വത്ഥാമാവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഇരുണ്ട കല്ലുപോലുള്ള രൂപം എന്താണ്? കണ്ണുകളിൽ ഭീതി ജനിപ്പിക്കുന്ന രൂപം. ഈ സമയം സ്റ്റേജിന് പിറകിൽ ഭയാനകമായ ശബ്ദം കേൾക്കുന്നു. അപ്പോൾ ലൈറ്റുകൾ ഓഫാകുന്നു. ഇത്രയുമാണ് സെക്ഷൻ 3 പറയുന്നത്. ഇതെല്ലാം എന്താണ്? മഹാഭാരതത്തെ യുദ്ധത്തിൻ്റെ അടിസ്ഥാനമാക്കി രചിച്ച ഒരു നാടകമാണ്. ഇതിൽ യുയുത്സു, സഞ്ജയൻ, വിദുരർ എന്നീ കഥാപാത്രങ്ങളുടെ മാനസികാവസ്ഥയെക്കുറിച്ചാണ് ഓരോ സെക്ഷനിലും സൂചിപ്പിക്കുന്നത്. കൗരവപക്ഷത്ത് നിൽക്കുമ്പോഴും യുദ്ധത്തിൻ്റെ ശരിക്കേടുകൾ പാണ്ഡവപക്ഷത്തോടുള്ള അടുപ്പവും ഒക്കെയാണ് ഈ 3 കഥാപാത്രങ്ങളിലൂടെയും അവതരിപ്പിക്കുന്നത്. മഹാഭാരത യുദ്ധത്തിൻ്റെ 18ാം ദിവസം ദുര്യോധനൻ ഉൾപ്പെടെയുള്ളവർ മരണാസന്നരായി കിടക്കുമ്പോൾ
പാണ്ഡവർ കൗരവ രാജ്യം കയ്യേറുകയും യുദ്ധവിജയം ആഘോഷിക്കുകയും ചെയ്തു. അവശേഷിക്കുന്ന പാണ്ഡവരെ ഇല്ലായ്മ ചെയ്യാൻ പകയോടെ വരുന്ന അശ്വത്ഥാമാവിനെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കൗരവപക്ഷത്ത് നിൽക്കുമ്പോഴും യുദ്ധത്തിലെ ശരികേടുകളും പാണ്ഡവപക്ഷത്തോടുള്ള അടുപ്പവും ഒക്കെയാണ് ഈ 3 കഥാപാത്രങ്ങളിലൂടെ ഇവിടെ അവതരിപ്പിക്കുന്നത്. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ, അവർ ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് പറയാൻ കഴിയാതിരുന്ന കാര്യങ്ങൾ, അവർ മരിച്ച് മണ്ണോടടിഞ്ഞപ്പോൾ അവരുടെ ആത്മാവ് അല്ലെങ്കിൽ അവരുടെ പ്രേതം വന്നിട്ട് പറയുന്ന രീതിയിലാണ് ഈ ഒരു നാടകം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം നമുക്ക്. എക്സ്പ്ലെയിൻ ദ മെറ്റഫോർ ഓഫ് ദി ബ്ലൈൻഡ് ഓഷൻ. എന്താണ് ബ്ലൈൻഡ് ഓഷൻ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? അതായത് കണ്ണു കാണാത്ത സമുദ്രം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ജീവിതം തന്നെയാണല്ലേ. അതായത് നമ്മളെന്താണ് ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കേണ്ട നമ്മളാണ് എന്താ ചെയ്യുന്നത്? നമ്മുടെ എല്ലാ ത്യാഗങ്ങളും അല്ലെങ്കിൽ എല്ലാ വയലൻസും അല്ലെങ്കിൽ സ്പിരിച്വൽ ഡിസോളേഷനും എല്ലാം നഷ്ടപ്പെട്ടിട്ട് നിൽക്കുന്ന ഒരു മനുഷ്യത്വം ഇല്ലായ്മയാണ് ഇവിടെ ബ്ലൈൻഡ് ഓഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പിന്നെ ഹൗ ഡസ് ദ മെൻഡിക്കൻറ്റ് വ്യൂ ലൈഫ് ആൻഡ് ഡെത്ത്, അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഹു ഈസ് അശ്വത്ഥാമ ആൻഡ് വൈ ഈസ് ഹീ കേഴ്സ്ഡ്, അദ്ദേഹം എങ്ങനെയാണ് ശപിക്കപ്പെട്ടത്? അശ്വത്ഥാമാവ് ആരാണ് എന്നൊക്കെയാണ് ചോദിച്ചത്. ആരാണ്? കൗരവരുടെ ഒരു യോദ്ധാവാണ് അശ്വത്ഥാമാവ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചുള്ളതും രണ്ടാമത്തെ ക്വസ്റ്റ്യനും മൂന്നാമത്തെ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇനി സെക്ഷൻ 2 വരുമ്പോൾ സെക്ഷൻ 2 സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഡസ് യൂസൂസ് വീൽ മെറ്റഫോർ റിവീൽ അബൌട്ട് മോറൽ ചോയ്സസ് ഇൻ വാർ, എങ്ങനെയാണ് യൂസൂവിൻ്റെ വീലിനെ കുറിച്ച് ഇവിടെ റെഫർ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത് എന്ന ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. പീകോക്ക് ഫെദർ സിംബലൈസ് ചെയ്യുന്നത് എന്തിനെ കുറിച്ചിട്ടാണെന്നുള്ളത്. ഹൗ ഡസ് ദ പീകോക്ക് ഫെദർ സിംബലൈസ് ദ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ഡിവൈൻ ഗ്രേസ് ആൻഡ് ഹ്യൂമൻ വെഞ്ചനൻസ്, അതെങ്ങനെയാണെന്നാണ് നമ്മളിനി പറയേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും 19th പേജിൽ കാണുന്നത്, പേജ് നമ്പർ 19, ടെർമിനൽ ക്വസ്റ്റ്യൻസ് എന്നിട്ടുള്ള ഒറ്റ ക്വസ്റ്റ്യനേ ഉള്ളൂ. ആ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അതിൽ പറയുന്നത് റെക്കഗ്നൈസ് ദ അപ്രോപ്രിയേറ്റ് ക്യാരക്ടർ ആൻഡ് റൈറ്റ് ഇൻ ദ ബ്രാക്കറ്റ്സ് യുയുത്സു, വിധൂര, സഞ്ജയ, മെഡിക്കൻറ്റ്, അശ്വത്ഥാമ ആൻഡ് ഗാന്ധാരി, കൃഷ്ണ, ഇവരെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. 7 പേരെക്കുറിച്ചാണ് എഴുതേണ്ടതിൽ. ഇങ്ങനെയാണ്. ഫസ്റ്റ് വൺ എന്താണ്? ഹീ ഈസ് ദ സൺ ഓഫ് ദ്രോണാചാര്യ, എ കൗരവ വാര്യർ. ആരായിരുന്നു കൗരവ വാര്യരായിട്ടുള്ളത്? ആരായിരുന്നു? അശ്വത്ഥാമാവാണ് അല്ലേ, ദ്രോണാചാര്യരുടെ മകനായിട്ടുള്ളത്. പിന്നീട് പറയുന്നത് ഗാന്ധാരിയെക്കുറിച്ചാണ്. ഷീ ഈസ് ദ വൈഫ് ഓഫ് ദ ബ്ലൈൻഡ് കിങ് ധൃതരാഷ്ട്ര, ധൃതരാഷ്ട്രയുടെ ഭാര്യയായിട്ടുള്ള, ബ്ലൈൻഡ് കിങ് ആയിട്ടുള്ള ധൃതരാഷ്ട്രയുടെ ഭാര്യയാണ് ഗാന്ധാരി. കൂടാതെ മദർ ഓഫ് ദുര്യോധന ആൻഡ് ഹീസ് 99 ബ്രദേഴ്സ്, 99 ബ്രദേഴ്സുള്ള ദുര്യോധനൻ്റെ അമ്മ കൂടിയാണ് ഗാന്ധാരി. പിന്നീട് പറയുന്നതാണ് കൃഷ്ണനെ കുറിച്ചിട്ട്. ആൻഡ് ഇൻകാർണേഷൻ, അതായത് അവതാരം ആണ് ഉദ്ദേശിക്കുന്നത്. ഓഫ് ഗോഡ് ഹാഡ് വിഷ്ണു അസിസ്റ്റഡ് ദ പാണ്ഡവാസ് ആസ് കൗൺസിലർ ആൻഡ് ദ അർജുനാസ് ചാരിറ്റർ. എന്താ പറയുന്നത്? അർജുനൻ്റെ തേരാളിയും അല്ലെങ്കിൽ പാണ്ഡവന്മാർക്ക് എല്ലാ ഉപദേശങ്ങളും നൽകുന്ന ആളുമായിട്ടുള്ളത് ആരാണ്? കൃഷ്ണനാണ് അല്ലേ. ഫോർത്ത് പറയുന്നതാണ് ചാരിറ്റിയർ ഓഫ് ധൃതരാഷ്ട്ര, given supernatural vision by Vaishya to describe everything that happens in the war to ധൃതരാഷ്ട്ര ആൻഡ് ഗാന്ധാരി. ആരെക്കുറിച്ചാണ് പറയുന്നത് അവിടെ? സഞ്ജയനെ കുറിച്ചിട്ട് അല്ലേ. ധൃതരാഷ്ട്രക്കും ഗാന്ധാരിക്കും എന്തൊക്കെയാണ് യുദ്ധത്തിനെക്കുറിച്ചിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് കൊടുക്കുന്ന ആൾ. നെക്സ്റ്റ് വരുന്ന ക്യാരക്ടർ ഹു അപ്പിയേഴ്സ് ആസ് ആൻ അസ്ട്രോളജർ, ആസ് വൈശ്യ ആൻഡ് ആസ് ദ ഹണ്ടർ ഝാര. ആരാണ്? മെഡിക്കൻറ്റ്. നെക്സ്റ്റ് വരുന്ന ആളാണ് വിതുരരെ കുറിച്ചിട്ടാണ് പറയുന്നത്. സേജാണ്, സന്യാസിയാണ്, ആൻഡ് എ ഹാഫ് ബ്രദർ ഓഫ് ധൃതരാഷ്ട്ര. 7th ലാസ്റ്റ് വരുന്നതാണ് യുയുത്സു. യുയുത്സു എന്ന് പറയുന്ന ആരാണ്? ഇല്ലെജിറ്റിമേറ്റ് സൺ ഓഫ് ധൃതരാഷ്ട്ര ബൈ ദ സ്ലേവ് ഗേളിൽ ധൃതരാഷ്ട്രക്ക് ഉണ്ടായിട്ടുള്ള ഒരു മകനാണ് യുയുത്സു. ദ ഓൺലി കൗരവ ടു ടേക്ക് ദ പാണ്ഡവ സൈഡ് ഇൻ ദ വാർ. ഈ ഒരു യുദ്ധത്തിൽ കൗരവരുടെ സൈഡിലും അതേപോലെ തന്നെ പാണ്ഡവരുടെ സൈഡിലും യുദ്ധത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരേ ഒരു വ്യക്തിയാണ്, രണ്ടുപേരുടെ ഇടയിലൂടെയും നിൽക്കുന്ന ഒരു വ്യക്തിയാണ് യുയുത്സു. ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് ചാപ്റ്റർ നോക്കാം.